ഹലോ ഗൈസ്, നമ്മൾ പെട്ടി പൊട്ടിക്കാൻ പോവുകയാണേ. അത്യാവശ്യമായിട്ട് കുട്ടന്മാർക്ക് അത് എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാനത് നോക്കിയപ്പോഴേക്കും പപ്പ ഭയങ്കര ഉത്സാഹിച്ച് നിന്ന് പെട്ടി പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ടോയ് എന്തോ ഇതിനകത്തായി പോയി കേട്ടോ, നമ്മുടെ ഡാവിക്കുട്ടൻ്റെ. അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പപ്പ തന്നെ മുന്നിട്ട് നിന്ന് പൊട്ടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർക്കുകയാണേ, മറ്റവനെ തോക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവന് സങ്കടമാവണ്ടെന്ന് ഓർത്ത് സ്പീഡിന് പൊട്ടിക്കുന്നതാണ് കേട്ടോ. പപ്പയുടെ ഉത്സാഹം കണ്ടപ്പം ഞാൻ ആലോചിച്ചു, എന്താണല്ലേ അപ്പം ഇങ്ങനെ പെട്ടെന്ന് ഉത്സാഹിച്ച് നിന്ന് പൊട്ടിക്കുന്നത്. അതിൻ്റെ കുട്ടൻസ് വഴിയെ വരാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു റോബോട്ട് അതിൻ്റെ അകത്തായിരുന്നേ. ഡാവിക്കുട്ടിന് റോബോട്ടും ജോക്കുട്ടൻ ചേട്ടായിക്ക് തോക്കുവാണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കാമല്ലോ. അപ്പം അത് അങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ഡാവിക്കുട്ടിൻ്റെ ടോയ് ആണ് കേട്ടോ കയ്യിരിക്കുന്നത്. അപ്പോൾ ചേട്ടായി അതിന് ബാറ്ററി ഒക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇത്ര നേരം ഉത്സാഹിച്ച് പൊട്ടിച്ചതിൻ്റെ രഹസ്യവും ആ ഒളിഞ്ഞൊരു സത്യം ഞങ്ങൾ ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാക്കി. ഇത് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ആള് പരിശ്രമിച്ച് പൊട്ടിച്ചത്. അപ്പോൾ ഇത് അളിയനുള്ള തക്കാമക്കയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മ കഴിഞ്ഞ പ്രാവശ്യം പെട്ടി പൊട്ടിച്ചപ്പോൾ ഞാൻ ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അത് കാരണം എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതേ ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ ഫാമിലിയിലും അപ്പുറവും ഇപ്പുറവും ഒക്കെ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്രാവശ്യം എല്ലാവർക്കും പരാതി അങ്ങ് തീരട്ടെ എന്ന് ഓർത്തിട്ട് എല്ലാവർക്കും ഈക്വലി ഞാൻ സാധനങ്ങൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ വാച്ചൊക്കെ അപ്പയ്ക്ക് കെട്ടിയിട്ട് ഒരു വാച്ച് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ അപ്പയ്ക്ക് അപ്പോൾ അതൊക്കെ കെട്ടി അപ്പയ്ക്ക് ഇങ്ങനെ സ്റ്റൈലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. അമ്മയുടെ അപ്പയുടെയും മിത്തുവിൻ്റെയൊക്കെ സന്തോഷം കണ്ടപ്പോൾ തന്നെ നമുക്ക് ഫുൾ ഓൺ ഹാപ്പി ആയി. അപ്പം അമ്മ ഇത് വേണോ മോളെ അത് വേണോ, അപ്പം ഇങ്ങനെ ഒത്തിരി മിഠായിയാണ് കേട്ടോ. എല്ലാ പ്രാവശ്യത്തെ കണക്ക് മിഠായി നമ്മൾ അപ്പുറവും ഇപ്പുറവും നമ്മുടെ വീട്ടിലൊക്കെ കൊടുത്തു. അപ്പം ഞാൻ ചെയ്യുന്ന എൻ്റെ നട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല പടക്കം പൊട്ടിയിരെ. ഈ ഒരു സന്തോഷം ഞങ്ങൾ അങ്ങനെ അറിയിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പള്ളിപ്പറമ്പിൽ പടക്കം പൊട്ടിയെ ഞങ്ങൾ അങ്ങ് ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വ്ലോഗുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.